കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടച്ചിട്ട അത്യാഹിത വിഭാഗത്തിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം. അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തിക്കാത്തതിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടച്ചിട്ട അത്യാഹിത വിഭാഗത്തിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. അജ്ന, തീർച്ചയായും കഴിഞ്ഞ കുറെ മാസങ്ങളോളമായി അത്യാഹിത വിഭാഗം തീപിടുത്തത്തിനെ തുടർന്ന് അത്യാഹിത വിഭാഗം ഇപ്പോഴും നിശ്ചലമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇതുവരെയായിട്ടും ഇവിടെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ വൈദ്യുതിയും അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരുന്ന് ക്ഷാമം, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മരുന്ന് ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കൂടാതെ MRI സ്കാനിംഗ് പോലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് രോഗികളെ ഏറെ വലയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള, അതായത് ആദ്യത്തെ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അടച്ചിട്ട അത്യാഹിത വിഭാഗത്തിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തിക്കാത്തതിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, തുടരാം. അത് ഏറ്റവും നല്ല നടപടിയായി. കാരണം ഇപ്പോഴും DMEയുടെ കീഴിലും അതുപോലെ ഹെൽത്ത് സർവീസിലും ആത്മാർത്ഥതയുള്ള കുറെ ഡോക്ടർമാരുണ്ട്. ആ ഒരു ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരുടെ ഏറ്റവും ആവശ്യമായ ഒരു പ്രതികരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ പുറത്തുനിൽക്കുന്നത്. ഇനിയും ഇത്തരം ഡോക്ടർമാരുടെ പ്രതിഷേധങ്ങൾ വരും. ഇപ്പോഴിതാ ഇന്നിവിടെ ഡോക്ടർ സമരത്തിലാണ്. ഇനിയും ഇത്തരം സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുവാൻ ഡോക്ടർമാർ ആരിസിനെ മാതൃകയാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപകടാവസ്ഥയിലെ പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകടാവസ്ഥയെന്നല്ല, ഏറ്റവും വലിയ അപകടാവസ്ഥയിലാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അത്യാഹിത വിഭാഗം അത്യാഹിതത്തിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മരണം കാത്തുകിടക്കുകയാണ്. ആ രീതിയിലുള്ള അവസ്ഥ. ഇതിന് അടിയന്തര പരിഹാരം ആവശ്യമാണ്. ഇത് തുടക്കമാണ്. അതിശക്തമായ പ്രക്ഷോഭമായി കോൺഗ്രസ് കൊണ്ടുപോവുകയാണ്. കോൺഗ്രസ് ഇന്ന് സമരം നടത്തി അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിലും പ്രത്യക്ഷമായ സമരവുമായി കോൺഗ്രസ് രംഗത്ത് വരും. ഈ വകുപ്പിനെയും മെഡിക്കൽ കോളേജിനെയും നശിപ്പിച്ച ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അർജുന, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്യാഹിത വിഭാഗം ഇപ്പോൾ പഴയ കെട്ടിടത്തിലാണ് ഈ പുതിയ അത്യാഹിത വിഭാഗം മാറ്റിയിട്ടുള്ളത്. ഈ അത്യാഹിത വിഭാഗത്തിൽ പോലും വേണ്ടത്ര ഡോക്ടർമാരോ അല്ലെങ്കിൽ വേണ്ടത്ര ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഇത്തരത്തിലൊരു ആരോപണം, അഴിമതിയും അതോടൊപ്പം തന്നെ വേണ്ടുന്ന ഉപകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഡോക്ടർ തന്നെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയരാൻ ഇനി ദിവസങ്ങൾ പോലും വേണ്ട എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു കാര്യം എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ ഉടൻ തന്നെ എത്തും തുടങ്ങിയ കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാവശ്യം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം MP ഷാഫി പറമ്പിൽ MP അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യും. അജുന, കഴിഞ്ഞ ദിവസം അടക്കം VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ നിലവിൽ പോകുന്നതെന്ന്. ആ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും അല്ലേ? തീർച്ചയായും ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. VD സതീശൻ കൊച്ചിയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടക്കാൻ പോകുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, അശ്വന്ത്, ജയന്ത്കുമാർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ കൃത്യമായി ഇവർ പറയുന്ന ഒരു കാര്യം, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ്. ഈ ഒരു സ്ഥാനത്ത് ആരോഗ്യമന്ത്രി തുടരാൻ അർഹതയുള്ള ഒരു വ്യക്തിയല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലതവണ ഈ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രോഗികൾ മരുന്ന് ലഭിക്കാതെ വലയുകയും അതോടൊപ്പം തന്നെ ഈ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ ഈ അത്യാഹിത വിഭാഗം വീണ്ടും പുനരാരംഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലും ഈ അത്യാഹിത വിഭാഗം വീണ്ടും പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക്കൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ
സ്ഥാപിക്കാനോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും കോഴിക്കോടിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പ്രധാനമായും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിക്കുന്നത്. നമുക്കറിയാം ഈ പഴയ കെട്ടിടമായിരുന്നു അത്യാഹിത വിഭാഗം. ഇന്ന് ഈ പുതിയ അത്യാഹിത വിഭാഗം തീപിടിച്ച സാഹചര്യത്തിൽ പഴയ കെട്ടിടത്തിലേക്കാണ് മാറ്റിയത്. ഈ പഴയ കെട്ടിടത്തിൽ നിരവധി രോഗികളാണ് ഓരോ ദിവസവും വരുന്നത്. ഈ രോഗികൾ വരുന്നതും രോഗികൾക്കൊപ്പം കൂട്ടിരിപ്പുകാർ വരുന്നതുമായി ബന്ധപ്പെട്ട് 50 രൂപ ഫീസ് ഈടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഈ ഫീസ് വർധനവിനെ തുടർന്ന് പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് പിന്നീടൊരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും പിന്നെ ഈ 50 രൂപ ഫീസ് വർധനവ് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മെഡിക്കൽ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമായും ഇന്ന് ഇവിടെ ഈ ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഒരു പക്ഷേ ഇതിന് കൃത്യമായ ഒരു നടപടി ഇന്നും കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അർജുന, ഗുരുതര ആരോപണങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നതടക്കമുള്ള ഗുരുതരമായ പ്രശ്നമാണ്. സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുള്ളത്. നിലവിൽ അല്പസമയത്തിനുള്ളിൽ ഷാഫി പറമ്പിൽ MP അവിടെ എത്തും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിന.